ഹായ് എവരി വൺ, നമുക്കിന്ന് മിഡിൽ ഓഫ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു ലിങ്ക് ലിസ്റ്റിന്റെ ഹെഡ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് പറയുക ആ ലിങ്ക് ലിസ്റ്റിന്റെ മിഡിൽ നോഡ് കണ്ടുപിടിക്കാനായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. 1, 2, 3, 4, 5 ആണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ്. ഈ ലിങ്ക് ലിസ്റ്റിൽ 5 നോഡ്സാണ് ഉള്ളത്. അതിലെ മിഡിൽ നോഡ് കണ്ടുപിടിക്കണം. മിഡിൽ നോഡ് ഏതാണ്? 3 അല്ലേ? അന്നേരം നമ്മൾ ആൻസർ ആയിട്ട് 3 എന്ന് പറഞ്ഞ നോഡ് റിട്ടേൺ ചെയ്യും. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. 1, 2, 3, 4, 5, 6. ഇവിടെ നമുക്ക് 6 നോഡ്സാണ് ഉള്ളത്. മിഡിൽ നോഡ്സ് ഏതൊക്കെയാണ്? 3ഉം 4ഉം ആണ് ഇവിടെ വരുന്ന മിഡിൽ നോഡ്സ്. അന്നേരം നമ്മൾ 4നെ ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യും. 4th നോഡിനെ ആൻസർ ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. ഈവൻ നമ്പർ ഓഫ് നോഡ്സ് വരുമ്പോൾ നമുക്ക് 2 മിഡിൽ നോഡ്സ് ഉണ്ടായിരിക്കും. അതിൽ രണ്ടാമത്തെ മിഡിൽ നോഡിനെ വേണം നമ്മൾ ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യാൻ. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ പ്രോബ്ലത്തിൽ 2 കേസസ് മെയിൻലി ഉണ്ട്. ഓഡ് നമ്പർ ഓഫ് നോഡ്സ് വരുന്ന കേസും ഈവൻ നമ്പർ ഓഫ് നോഡ്സ് വരുന്ന മറ്റൊരു കേസും. നമുക്ക് ആദ്യം ഓഡ് നമ്പർ ഓഫ് നോഡ്സ് വരുന്ന കേസ് നോക്കാം. ഇവിടെയുള്ള ലിങ്ക് ലിസ്റ്റിലോട്ട് നോക്കാം. 1, 2, 3, 4, 5 5 നോഡ്സാണ് ഈ ലിങ്ക് ലിസ്റ്റിലുള്ള. മൂന്നാമത്തെ നോഡാണ് നമ്മുടെ മിഡിൽ നോഡ്. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്ലോ ആൻഡ് ഫാസ്റ്റ് പോയിന്റർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. ഇനിഷ്യലി സ്ലോ പോയിന്ററും ഫാസ്റ്റ് പോയിന്ററും നമ്മുടെ ഹെഡ് നോഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. സ്ലോ പോയിന്ററിന്റെ പ്രത്യേകത ഇത് ഒരു സ്റ്റെപ്പ് അല്ലെ ഒരു നോഡേ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. ഫാസ്റ്റ് പോയിന്റർ 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 നോഡ് മുന്നിലോട്ട് മൂവ് ചെയ്യും. എസും എഫ് എന്ന് പറഞ്ഞ 2 ആൽഫബറ്റ്സ് ഉപയോഗിച്ചാണ് ഞാൻ ഈ സ്ലോ പോയിന്ററിനെയും ഫാസ്റ്റ് പോയിന്ററിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനിഷ്യലി സ്ലോ പോയിന്ററും ഫാസ്റ്റ് പോയിന്ററും ഹെഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. സ്ലോ പോയിന്റർ അറ്റ് എ ടൈം ഒരു സ്റ്റെപ്പേ മുന്നോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. ഫാസ്റ്റ് പോയിന്റർ 2 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്യും. ഇപ്പം സ്ലോ പോയിന്റർ രണ്ടാമത്തെ നോഡിലും ഫാസ്റ്റ് പോയിന്റർ മൂന്നാമത്തെ നോഡിലും ആയിരിക്കുന്നത്. ഇനി സ്ലോ പോയിന്റർ ഒരു സ്റ്റെപ്പും ഫാസ്റ്റ് പോയിന്റർ 2 സ്റ്റെപ്പും മൂവ് ചെയ്യും. ഇപ്പോൾ ഫാസ്റ്റ് പോയിന്റർ അവസാനത്തെ നോഡിലെത്തി. അന്നേരം സ്ലോ പോയിന്റർ നിൽക്കുക നമ്മുടെ മിഡിൽ നോഡിലായിരിക്കും. നമ്മൾ ആൻസർ ആയിട്ട് സ്ലോ പോയിന്റർ നിൽക്കുന്ന ആ നോഡിനെ റിട്ടേൺ ചെയ്യും. ഇനി ഈവൻ നമ്പർ ഓഫ് നോഡ്സിന്റെ കേസ് നോക്കാം. ഈവൻ നമ്പർ ഓഫ് നോഡ്സിൽ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6 ആണ് നമുക്കുള്ളത്. ഇതിൻ്റെ ആൻസർ 4 ആണ്. 3ഉം 4ഉം ആയിരുന്നു നമ്മുടെ മിഡിൽ നോഡ്സ്. നമ്മൾ ആൻസർ ആയിട്ട് 4ാമത്തെ നോഡിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇവിടെയും നമ്മൾ സ്ലോ ആൻഡ് ഫാസ്റ്റ് പോയിന്റർ അൽഗോരിതം ആണ് യൂസ് ചെയ്യുക. സ്ലോ പോയിന്ററും ഫാസ്റ്റ് പോയിന്ററും ഇനിഷ്യലി ഹെഡ് നോഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. സ്ലോ പോയിന്റർ 1 സ്റ്റെപ്പ് ആയിരിക്കും അറ്റ് എ ടൈം മൂവ് ചെയ്യുക. ഫാസ്റ്റ് പോയിന്റർ 2 സ്റ്റെപ്സും. സ്ലോ പോയിന്റർ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു. ഫാസ്റ്റ് പോയിന്റർ 2 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്തു. ഇനി സ്ലോ പോയിന്റർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്തു. ഫാസ്റ്റ് പോയിന്റർ 2 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്തു. സ്ലോ പോയിന്റർ ഒരു സ്റ്റെപ്പ് വീണ്ടും മുന്നോട്ട് മൂവ് ചെയ്തു. ഫാസ്റ്റ് പോയിന്റർ 2 സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്ത് നണ്ണായിപ്പോയി. ഫാസ്റ്റ് പോയിന്റർ നണ്ണാവുമ്പോൾ സ്ലോ പോയിന്റർ എവിടെയാ നിൽക്കുക എന്ന് നോക്കുക. അത് 4th നോഡിലാണ് നിൽക്കുന്നത്. അന്നേരം നമ്മൾ സ്ലോ പോയിന്റർ നിൽക്കുന്ന ആ നോഡിനെ ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യും. ഈവൻ നമ്പർ ഓഫ് നോഡ്സ് വരുന്ന കേസിൽ ഫാസ്റ്റ് പോയിന്റർ അവസാനം നണ്ണായിട്ട് പോകും. ഓഡ് നമ്പർ ഓഫ് നോഡ്സിൻ്റെ കേസിൽ ഫാസ്റ്റ് പോയിന്റർ അവസാനത്തെ നോഡിലായിരിക്കും നിൽക്കുക. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം.
ഡെഫ്, ഫൈൻഡ് മിഡിൽ, ഹെഡ്. സ്ലോ ഈക്വൽ ടു ഹെഡ്, ഫാസ്റ്റ് ഈക്വൽ ടു ഹെഡ്. സ്ലോ പോയിന്ററും ഫാസ്റ്റ് പോയിന്ററും ഇപ്പം ഹെഡ് നോഡിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. വൈൽ ഫാസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഡോട്ട് നെസ്റ്റ്. സ്ലോ ഈക്വൽ ടു സ്ലോ ഡോട്ട് നെസ്റ്റ്, ഫാസ്റ്റ് ഈക്വൽ ടു ഫാസ്റ്റ് ഡോട്ട് നെസ്റ്റ് ഡോട്ട് നെസ്റ്റ്. ഈ വൈൽ ലൂപ്പ് എപ്പോഴായിരിക്കും ടെർമിനേറ്റ് ചെയ്യുക? ഫാസ്റ്റ് നണ്ണാവുമ്പം അല്ലെങ്കിൽ ഫാസ്റ്റ് ഡോട്ട് നെസ്റ്റ് നണ്ണാവുമ്പോൾ. അറ്റ് ദ എൻഡിൽ നമ്മൾ സ്ലോയെ ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1. കാരണം n നോട്ട്സ് ആണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റിലുള്ളത്. അതുകൊണ്ട് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. നമ്മൾ എക്സ്ട്രാ സ്പേസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല.